PV അൻവറിനെ ഇറക്കി ബേപ്പൂർ പിടിക്കാൻ നിർണായക നീക്കവുമായി UDF. അൻവർ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന. പുതുപ്പള്ളിയിൽ ഇത്തവണ മത്സരിക്കില്ലെന്ന വാർത്തകൾ ചാണ്ടി ഉമ്മൻ തള്ളിയില്ല. മത്സരിക്കുകയാണെങ്കിൽ കുണ്ടറ തന്നെ മതിയെന്ന നിലപാടിലാണ് PC വിഷ്ണുനാഥ്. CPIM കോട്ടയായ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് PV അൻവർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. റിയാസിനെതിരെ അൻവർ മത്സരിച്ചാൽ CPIMലെ അസംതൃപ്തരുടെ വോട്ട് കൂടി നേടാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് മുഹമ്മദ് റിയാസിനും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും മുന്നണിക്കുണ്ട്. അൻവർ മത്സരിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും അതിന്റെ നേട്ടമുണ്ടാകുമെന്നും UDF കണക്കുകൂട്ടുന്നു. അൻവർ എത്തുന്നതിനോട് മുസ്ലിം ലീഗിനും പൂർണ്ണ യോജിപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ലീഡ് നേടാനായതും മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. M സ്വരാജിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ തിരിച്ചുപിടിച്ച തൃപ്പൂണിത്തുറയിൽ ഇത്തവണ മത്സരത്തിനില്ലെന്ന് K ബാബു വ്യക്തമാക്കി കഴിഞ്ഞു. രമേശ് പിഷാരടിക്കാണ് കോൺഗ്രസ് പ്രഥമ പരിഗണന നൽകുന്നത്. മറ്റു പേരുകൾ പരിഗണിക്കുക രമേശ് പിഷാരടി താൽപര്യക്കുറവ് അറിയിച്ചാൽ മാത്രമാകും. മുൻ മേയർ സൗമിനി ജയൻ, രാജു പി നായർ, ആന്റണി ആശാൻ പറമ്പിൽ, തമ്പി സുബ്രഹ്മണ്യം എന്നിവരും സീറ്റിനായി ശ്രമം നടത്തുന്നുണ്ട്. പുതുപ്പള്ളിയിൽ മത്സരിക്കാതെ മാറി നിൽക്കണമെന്ന വാർത്തകളോട് പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. പുതുപ്പള്ളിയിൽ ആര് നിന്നാലും ജയിക്കാവുന്ന സാഹചര്യമാണെന്നും തീരുമാനം പാർട്ടി എടുക്കുമെന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥിക്ക് എപ്പോഴും അനുകൂല സാഹചര്യമാണ് എന്നും ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ പാർലമെന്റ് ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും അതങ്ങനെ തന്നെ നിൽക്കും. പ്രാഥമിക സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കും മുൻപ് തന്നെ PC വിഷ്ണുനാഥും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരിക്കുകയാണെങ്കിൽ കുണ്ടറ തന്നെ മതിയെന്നും താൽപര്യം നേതൃത്വത്തെ അറിയിച്ചെന്നും വിഷ്ണുനാഥ് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഞാൻ മത്സരിക്കുമെങ്കിൽ കുണ്ടറയിൽ തന്നെ മാത്രമായിരിക്കും മത്സരിക്കുക. ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തിനോട് ആ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ തവണ കുണ്ടറയിലെ ജനങ്ങൾ നൽകിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അവരോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് UDF നീക്കം. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും ഇത്തവണയും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇടുക്കി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ വെച്ചുമാറുന്നതിൽ ചർച്ച നടന്നിട്ടില്ല. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ വിവാദത്തിലേക്ക് പോകാനില്ലെന്ന് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 10 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യമുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ വേണമെങ്കിൽ ആവശ്യപ്പെടാം. കാരണം പാർട്ടി കൂടുതൽ വളർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള അനാവശ്യ അവകാശവാദങ്ങളിലേക്കൊന്നും പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ന്യായമായ പാർട്ടി അർഹതപ്പെട്ട സീറ്റ് നിലനിർത്തി കിട്ടുക എന്നുള്ളത് തികച്ചും ന്യായമാണല്ലോ. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ തയ്യാറെടുക്കുകയാണ് UDF. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.